ഞാൻ ആരാണ്? എൻ്റെ യാത്ര എങ്ങോട്ടാണ്? എന്താണ് എൻ്റെ ലക്ഷ്യം? ലക്ഷ്യം എന്ന വാക്കിന് ഒരുപാട് അർത്ഥവും വ്യാപ്തിയും ഗ്രഹിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടേറിയതുമായി തോന്നുന്നു. ആർക്കാണ് ഈ ലക്ഷ്യമുള്ളത്? ഓരോ മനുഷ്യരും, എടുത്തു പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യനും ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തിലാണ്. എന്തെല്ലാമാണ് ഈ ലക്ഷ്യം എന്നത് വിവരിക്കാൻ പ്രയാസമുള്ള ഒന്നാണ്. എന്നാലും എൻ്റെ ചെറിയ ലോകത്തു നിന്നും പറഞ്ഞാൽ, ഒരാൾ തൻ്റെ ബാല്യകാലത്തിലും ഒരു ഓട്ടത്തിലാണ്, ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടം. ആ പൈതൽ തൻ്റെ ചുറ്റുപാടിൽ നിന്നും തൻ്റെ മാതാപിതാക്കളിൽ നിന്നും ഒപ്പിയെടുത്ത ഒരു ലക്ഷ്യം, അതിൽ പ്രധാനമായുമുള്ളത് ജോലിയാണ്. അതിലേക്കുള്ള ഒരു പാതയാണ് വിദ്യാഭ്യാസം. ഒരു ലക്ഷ്യമുള്ളത് കൊണ്ട് പഠിക്കുന്നു, അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുന്നു. ബോറടിക്കുന്നേയില്ല. കാരണം ലക്ഷ്യമെന്ന എനർജിയുണ്ട്, ഓടുവാനുള്ള ഒരു ഫ്യൂവൽ പോലെ. ആ ഒരു ഓട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളും നടക്കുന്നു, ചെയ്യുന്നു, ദിവസങ്ങൾ മുന്നോട്ടോടുന്നു. പ്രായം കൂടി വരുന്നു, പക്ഷേ ലക്ഷ്യം അവിടെ തന്നെയുണ്ട്. അങ്ങനെ ആ കുട്ടിക്ക് ജോലിയായി. ഇനി അടുത്ത ലക്ഷ്യം വിവാഹം. പഴയ ലക്ഷ്യം മാറി അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടമാണ്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം, പിന്നെ അവർക്ക് ജോലി. ഇതിനിടയിൽ പ്രൊമോഷൻ, കരിയർ ഗ്രോത്ത്, ന്യൂ ബിസിനസ്, ന്യൂ അച്ചീവ്മെൻറ്റ്സ്. അങ്ങനെ ലക്ഷ്യം മാറി മാറി വരികയാണ്. എന്തു തന്നെ ആയാലും ലക്ഷ്യമുണ്ട്. ഒടുവിൽ പ്രായമായി, പക്ഷേ ലക്ഷ്യം തീർന്നിട്ടില്ല. മക്കളുടെ മക്കളെ കാണണം, അവരുടെ നന്മ കാണണം, ലോകം ചുറ്റണം, വെറുതെ ഇരിക്കണം. അങ്ങനെ ലക്ഷ്യം പല വർണ്ണത്തിലും വ്യാപ്തിയിലും ഇപ്പോഴും കൂടെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ലക്ഷ്യങ്ങളില്ലായിരുന്നെങ്കിൽ ബോറടിച്ചേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലോകം മുഴുവൻ നടക്കുന്നത് ഇത് തന്നെയല്ലേ? ഒരു 95% വേണ്ട, ഒരു 70% ഇത്തരത്തിലുള്ള ഓട്ടമല്ലേ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടക്കുന്നത്. വിദ്യാഭ്യാസവും ജോലിയും ഒന്നും വേണ്ടാത്തവർക്ക് മറ്റു പല ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു ചക്രം പോലെയാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആവർത്തന വിരസത തോന്നാതെ ജനറേഷൻസ് ടു ജനറേഷൻ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം മനുഷ്യന് കാണുന്ന കാര്യങ്ങൾ മാത്രമേ ലക്ഷ്യം വെക്കാൻ പറ്റുകയുള്ളൂ. കാണാത്ത കാര്യങ്ങളെ ലക്ഷ്യം വെച്ച് ഓടാൻ ഒരാൾക്ക് കഴിയുമോ? അതെങ്ങനെയാ കഴിയുന്നത്? കർത്താവിനെ വെളിപ്പാടിനാൽ അറിഞ്ഞ ഒരു വ്യക്തിക്ക് തൻ്റെ ലക്ഷ്യമെന്നത് ക്രിസ്തുവിലേക്കുള്ള ഒരു യാത്രയാണ്. അത് ജഡത്തിനെതിരാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഓടുന്ന യാത്രയാണ്. ലക്ഷ്യമെന്ന് പറയുന്നത് ഉയരത്തിൽ അഥവാ സ്വർഗത്തിൽ കർത്താവിനോട് കൂടെയുള്ള ഒരു വാസമാണ്. അത് കണ്ടിട്ടില്ല, അത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല. പക്ഷേ അതാണ് ലക്ഷ്യം. ഇത് പറയുമ്പോൾ, ഇതെഴുതി എനിക്ക് അത്ഭുതവും അതിശയവുമായി തോന്നുന്നു. കാണാത്ത എന്തോ ആണ് ലക്ഷ്യം. ആ ഓട്ടത്തിൽ ജഡത്തിൽ ആവശ്യമുള്ളതെല്ലാം ലഭിക്കും, പക്ഷേ അത് ലക്ഷ്യമായി തോന്നത്തില്ല. പകരം ഓരോ നന്മയും ലഭിക്കും തോറും ആത്മാവിൻ്റെ ദാരിദ്ര്യത്തിലേക്ക് കുറച്ചുകൂടെ ഒന്ന് എത്തി നോക്കാൻ തോന്നും. ഈ ഓട്ടത്തിൽ കൂട്ടായിട്ടുള്ള ഒന്നാണ് വിശ്വാസം. അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ലക്ഷ്യവും വിശ്വാസവും ഇപ്പോൾ ഒരൊറ്റ ട്രാക്കിലായി. ഈ ഓട്ടം ഓടുന്ന യാത്രക്കാരാ, തളരരുത്. കർത്താവ് സഹായിക്കും ലക്ഷ്യത്തിലെത്താൻ. ഞാൻ 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 കുറയുന്ന ഓട്ടം, കർത്താവ് വളരുന്ന ഓട്ടം. സകലവും മായ, സർവവും മായ. ഭൂമിയിൽ കാണുന്നതെല്ലാം മായ. യൗവനക്കാരാ, നിന്റെ ബാല്യവും യൗവനവും വാർദ്ധക്യവും മായ. ദുർദിവസങ്ങൾ വരും, നിനക്കിഷ്ടമില്ലാത്ത കാലം വരും, എല്ലാം മായ തന്നെ. ഇഷ്ടമുള്ള ചോക്ലേറ്റിൽ പൊതിഞ്ഞ് വിഷം കൊടുക്കുന്നത് പോലെ താൽക്കാലികമായ ഈ ലോകത്തിലെ സകലതും മായയാണ്. അത് നമ്മെ നരകത്തിലെത്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി, എനിക്ക് പകരമായി ക്രൂശിൽ യാഗമായി എന്നെ നേടുവാൻ, എനിക്ക് രക്ഷ നൽകുവാൻ കാരണമായി മാറിയ യേശുവിലേക്ക് നോക്കാം. ലക്ഷ്യം യേശുവായി മാറട്ടെ. சுமந்தது பார்த்தா அம்மா